ലാൽ സലാം മോഹൻലാലിൻ്റെ ആ റെക്കോർഡ് തകർക്കാൻ മലയാളത്തിൽ ഇതുവരെ ഒരു താരവും പിറന്നിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇങ്ങനെ ഒരു റെക്കോർഡ് മലയാളത്തിൽ ഒരേ ഒരു വ്യക്തിക്ക് മാത്രമാണ്. വേറെ അതിന് പിന്നിലോട്ടോ മുന്നിലോട്ടോ നോക്കിയാൽ ഒരാളെയും കാണാനില്ല. ഫാൻ ഷോസിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന കാര്യം ഒന്ന് പരിഗണിക്കാം. ഇവിടെ ഫാൻ ഷോ വെക്കണമെങ്കിൽ എത്ര കൊലകൊമ്പനായ സൂപ്പർ താരങ്ങളുണ്ടെങ്കിലും എത്ര ഗംഭീരമായ നടന്മാർ കൂട് ചേർന്ന് വന്നിട്ടുണ്ടെങ്കിലും മോഹൻലാൽ സിനിമകൾക്കുള്ള ഫാൻ ഷോസ് അത് വേറൊരു ലെവൽ തന്നെയാണ്. അതിൻ്റെ ഒരു 10% പോലും സ്ഥിരം വിജയിക്കുകയോ എത്ര വലിയ സിനിമകൾ ചെയ്യുകയോ ചെയ്ത ഒരു താരത്തിനും അല്ലെങ്കിൽ ഒരു സൂപ്പർ താരത്തിനും കഴിയില്ല എന്നുള്ളതാണ്. ഇന്ന് നോർത്ത് ഇന്ത്യൻ നടന്മാരോടും അല്ലെങ്കിൽ തമിഴിലെ വിജയ് പോലെയുള്ള നടന്മാരോടുമൊക്കെ ഏറ്റുമുട്ടണമെങ്കിൽ മലയാളത്തിൽ മുമ്പിൽ നിർത്താൻ ആണൊരുത്തൻ അത് മോഹൻലാൽ മാത്രമേ ഉള്ളൂ. ഫാൻ ഷോയുടെ കാര്യത്തിൽ അങ്ങേരുടെ മുമ്പിൽ ഒരു പക്ഷേ വിജയും ചിലപ്പോൾ താഴെ പോകാറുണ്ട് എന്നുള്ളത് കാര്യമാണ്. ഇവിടെ നമുക്ക് കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 100-ന് മുകളിലുള്ള ഫാൻ ഷോസ് എടുത്തിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു നടൻ മലയാളത്തിലുണ്ടോ എന്ന് നോക്കിയാൽ തിലകൻ ചേട്ടൻ പണ്ട് പറഞ്ഞ പോലെ വട്ടപൂജ്യം എന്ന് തന്നെ പറയേണ്ടി വരും. ആ റേഞ്ചിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ലൂസിഫർ എന്ന ചിത്രം 230ഓളം ഫാൻ ഷോസ് ആണ് ചാർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. ആറാട്ട് ഒരു വമ്പൻ പരാജയ ചിത്രമാണെങ്കിൽ 235ഓളം ഫാൻ ഷോസ് ആണ്. വമ്പൻ തകർപ്പൻ വിജയങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്ന മറ്റ് സൂപ്പർ താരങ്ങളുടെ സിനിമയ്ക്ക് 235 പോയിട്ട് 23 ഫാൻ ഷോ പോലും വെക്കാൻ കെൽപ്പില്ല എന്ന് തന്നെ പറയാം. ആ ഒരു കാര്യത്തിൽ മോഹൻലാലിൻ്റെ 10 അടുത്തെത്താൻ പോലും ഒരു നടനുമില്ല. ഇനിയിപ്പോൾ യൂത്ത് വിങ്ങും ഇനി പഴയ സീനിയർ താരവും എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നാൽ പോലും 235ൻ്റെ പകുതി പോലും എത്താറുമില്ല എന്ന്. പകുതിയുടെ പോയിട്ട് അതിൻ്റെ പകുതി പോലും എത്താറുമില്ല. ഒടിയൻ വലിയ രീതിയിൽ ഫ്ലോപ്പായ സിനിമ തന്നെയാണ്. പക്ഷേ 409ഓളം ഫാൻ ഷോസ് ആണ്. പക്ഷേ ആദ്യ ദിനത്തെ ആ റെക്കോർഡ് തകർക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് വിജയിനെ ഇറക്കേണ്ടി വന്ന ഒരവസ്ഥയുണ്ടായി. വിജയുടെ സിനിമയ്ക്ക് മാത്രമാണ് ഒടിയൻ്റെ കളക്ഷന് മുകളിൽ കയറാൻ കഴിഞ്ഞത്. മരക്കാർ 934ഓളം ഫാൻ ഷോസ് ആണ്. അതായത് 1000 ഫാൻ ഷോസ് തൊടാൻ അടുത്തെത്തിയിരുന്നു. ഇന്ന് എമ്പുരാൻ എത്തി നിൽക്കുന്നത് 225 ഫാൻ ഷോസും കടന്നു തന്നെയാണ്. അതായത് ഔദ്യോഗികമായുള്ള സ്ഥിരീകരിക്കാത്ത അനുസരിച്ച് 300ഓളം ഫാൻ ഷോസ് എത്തി എന്നുള്ളതാണ്. ഇത് കൃത്യമായ കണക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. 225ഓളം ഫാൻ ഷോസ് ഇതുവരെ ചാർട്ട് ചെയ്യപ്പെട്ടു. ഇനിയും ഒരു മാസം കിടക്കുകയാണ്. ഇനിയും ഈ ഒരു സിനിമ ലക്ഷ്യം വെക്കുന്നത് 1000 ഫാൻ ഷോസ് തന്നെയാണ്. 1000-ന് മുകളിലുള്ള ഫാൻ ഷോസ് പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാത്തിരിക്കാം നിങ്ങൾ ബാക്കിയുള്ള നടന്മാരുടെയും അതേപോലെ തന്നെ മറ്റുള്ള സിനിമകളുടെയും ഒക്കെ ഫാൻ ഷോസിൻ്റെ കണക്കുമായി കമൻറ്റ്സ് ബോക്സിൽ നിറയ്ക്കാനായി. ലാൽ സലാം.